നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർമാർ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന സുപ്രീം കോടതി വിധിയിൽ വ്യക്തത തേടി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബില്ലുകളിലെ സമയപരിധി ചോദ്യം ചെയ്ത രാഷ്ട്രപതി പ്രസ്തുത വിധിയുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിട്ടുണ്ട്. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ ഒപ്പിടുന്നതിൽ ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി സുപ്രീം കോടതിക്ക് നിർവചിക്കാനാകുമോ എന്ന ചോദ്യമാണ് രാഷ്ട്രപതി ഉന്നയിക്കുന്നത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, ഫെഡറലിസം, നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങിയവ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് രാഷ്ട്രപതിയും ഗവർണർമാരും വിവേചനാധികാരം ഉപയോഗിക്കുന്നതെന്നും രാഷ്ട്രപതി സുപ്രീം കോടതിക്ക് അയച്ച റഫറൻസിൽ പറയുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ? 200 അനുച്ഛേദ പ്രകാരം ഗവർണർമാർ ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ? ഇതേ അനുച്ഛേദ പ്രകാരം ഗവർണർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ കോടതിക്ക് പരിശോധിക്കാനാകുമോ തുടങ്ങിയ വിഷയങ്ങളിലാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.